സർ, അലാസ്കയെ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ തിരികെ പോകുമ്പോൾ പുടിൻ്റെ വിസർജ്യം അടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതെന്താ സാറേ അങ്ങനെ ഒരു നീക്കം? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പും ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട്. പുടിന് അനാരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് കുറേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുടിൻ്റെ മറ്റേ രാജ്യത്തിൻ്റെ മേധാവിയല്ലേ? അതെ. അപ്പോൾ പുടിന് വല്ല അനാരോഗ്യം, വളരെ ഗൗരവമുള്ള വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ നമ്മളും ഇവിടെ മെഡിക്കൽ ലാബിലൊക്കെ പരിശോധിക്കുമ്പോൾ പരിശോധനയ്ക്ക് കൊടുക്കുന്ന ഒരു സംഗതിയല്ലേ? അതെ. വിസർജ്യം പരിശോധനയൊക്കെയല്ലേ? മൂത്രം, മലം, മൂത്രം എന്നൊക്കെയല്ലേ മുമ്പ് ലാബിന്റെ മുമ്പിലൊക്കെ എഴുതിയിരുന്നത്. അപ്പൊ ഇതൊക്കെ പരിശോധിച്ചിട്ട് അമേരിക്ക എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുവോ, ഇയാളുടെ ആരോഗ്യ രഹസ്യങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഇതിന് പറയുന്നത് പൂപ്പ് സൂട്ട് കേസ് എന്നാണ്. പൂപ്പ് എന്ന് പറഞ്ഞാൽ വിസർജ്യം ആണ്. അപ്പോൾ പ്രത്യേക ബാഗിൽ ഇത് ശേഖരിച്ചിട്ട് മോസ്കോയ്ക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റിൻ്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ്, അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ട്, FPS എന്ന് പറയുന്നത്, ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ്. അവർക്കാണ് ഇങ്ങനെ വിസർജ്യം വഹിക്കുന്ന ജോലിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ശേഖരിച്ച് വഹിച്ച് പ്രത്യേക ബാഗിൽ മോസ്കോയ്ക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്തതായിട്ട് ദ എക്സ്പ്രസ് US റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ എക്സ്പ്രസ് US ഇത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഫ്രഞ്ച് പബ്ലിക്കേഷൻ ഒരെണ്ണമുണ്ട്, പാരീസ് മാച്ച്, ഫ്രാൻസിൽ. ആ പാരീസ് മാച്ചിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ, അന്വേഷണാത്മക പത്രപ്രവർത്തനം, മിഖെയിൽ റൂബിൻ, പിന്നെ റെജിസ് ജെൻറ്റെ, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടാണ് ദ എക്സ്പ്രസ് US ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ മലമൊക്കെ ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണഗതിയിൽ അഴിമതിയൊക്കെ പുറത്തു കൊണ്ടിരുന്നതിനൊക്കെയാണ് അത് പറയുന്നത്. അതെ. അപ്പോൾ 2017 ഇത്തരം ശേഖരണങ്ങളും ഈ പൂപ്പ് സൂട്ട് കേസ് പരിപാടി നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. 1999 ഇതിൻ്റെ ഒരു തുടക്കം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ രഹസ്യങ്ങളൊന്നും വിദേശികൾ അറിയരുത്. ഇപ്പോൾ 72 വയസ്സായി പുടിന്, അനാരോഗ്യമൊക്കെ വരാവുന്ന ഘട്ടമൊക്കെ ആയി. അപ്പോൾ അംഗരക്ഷകർ സുരക്ഷിതത്വമൊക്കെ നോക്കണമല്ലോ, അതുകൊണ്ട് ഇത് ചെയ്യുന്നതാണ്. 2017 ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി എന്ന് ഫരീദ റുസ്താമോവ എന്ന പത്രപ്രവർത്തക പറഞ്ഞിരുന്നു. 2018 വിയന്ന സന്ദർശിച്ചപ്പോഴും ഈ പുടിൻ്റെ വിസർജ്യം ഇങ്ങനെ പൂപ്പ് സൂട്ട് കേസിൽ ശേഖരിച്ച് മോസ്കോയിലേക്ക് കൊണ്ടുപോയതായിട്ട് ഈ പത്രപ്രവർത്തകയും പറഞ്ഞിട്ടുണ്ട്. അവരാണ് 1999 പുടിൻ നേതൃത്വം, റഷ്യയുടെ നേതൃത്വം ഏറ്റപ്പോൾ മുതൽ ഈ സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം നവംബറിൽ കസാഖ്സ്ഥാനിലെ അസ്താനയിലൊരു പത്രസമ്മേളനത്തിൽ വെച്ച് ഈ കാലിളക്കിക്കൊണ്ടിരുന്നു. സാധാരണഗതിയിൽ ഈ രാജ്യത്തിൻ്റെ മേധാവികളാവുമ്പോൾ അവർ ചെയ്യുന്നത് മുഴുവൻ ശ്രദ്ധിക്കുമല്ലോ. സാധാരണ നമ്മൾ ഈ സ്വാഗത പ്രസംഗത്തിനൊക്കെ വേദിയിലൊക്കെ ഇരിക്കുന്നവരിങ്ങനെ കാലാട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുമല്ലോ. അതൊരു പ്രസിഡന്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സെലൻസ്കി കഴിഞ്ഞ ഉടനെ ഈ രാഹുൽ ഗാന്ധിയെ പോലെ ടീഷർട്ട് പോയതൊക്കെ വലിയ പ്രശ്നമായിരുന്നല്ലോ. ഇത്തവണ അത്യാവശ്യം സൂട്ടും കോട്ടും ഇട്ടാ പോയത്. അപ്പോൾ ഇത്തവണ നിങ്ങൾ വളരെ ഗംഭീരമായിട്ടുണ്ടല്ലോ എന്ന് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചില്ലേ. ഞാൻ മാറി, പക്ഷെ നിങ്ങൾ മാറിയില്ല എന്ന് സെലൻസ്കി തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കസാഖ്സ്ഥാനിലെ അസ്താനയിൽ 2024 പത്രസമ്മേളനം നടത്തുമ്പോൾ കാലിളക്കിക്കൊണ്ടിരുന്നു പുടിൻ. അപ്പോൾ 2023 ബെലാറസ് പ്രസിഡന്റ് ലുക്കാഷെങ്കോയുടെ കൂടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സീറ്റിൽ അസ്വസ്ഥനായിട്ട് കാണപ്പെട്ടു. ഇതുപോലെ ഒരു സുഖമില്ലാതെ ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ ഇരുന്നു സീറ്റിൽ. എന്ന് പറഞ്ഞാൽ ഒരു ഇരിപ്പ് ഉറച്ചിരുന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ ഈ കുർസ്ക് മുന്നണിയിലെ ഭടന്മാരെയൊക്കെ പോയി കണ്ടിരുന്നു പുടിൻ.
ആ സമയത്ത് ആരെങ്കിലും വെടിവെച്ച് തീർക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും ബോഡി ഡബിൾ, അതായത് പുട്ടിനെ പോലെ ഇരിക്കുന്ന ഒരാളെ അങ്ങോട്ട് പകരം അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം മെലിഞ്ഞിട്ടാണ് ഇരുന്നത് ശരീരമൊക്കെ ആ ആളെ. അപ്പോൾ സാധാരണഗതിയിൽ പുട്ടിൻ ഈ അച്ചടിച്ച നോട്ടൊക്കെ നോക്കിയിട്ടാണ് പ്രസംഗിക്കാറ്. പക്ഷെ ഇതിൽ കൈകൊണ്ട് എഴുതിയ നോട്ടുകളായിരുന്നു. അപ്പോൾ അത് പുട്ടിനല്ല, പുട്ടിനെ പോലിരിക്കുന്ന ഒരാളാണ്, ബോഡി ഡബിൾ എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ 2022 ഇത്തരം റിപ്പോർട്ടുകളൊക്കെ മോസ്കോ തള്ളിക്കളഞ്ഞിരുന്നു. ഇതൊക്കെ വെറുതെ മാപ്പറുകൾ കണകുണ എഴുതി വെക്കുന്നതാണെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഈ ജനറൽ SVR ടെലഗ്രാം ചാനൽ, അവിടുത്തെ ജനറൽ SVR ടെലഗ്രാം ചാനലിൽ ഇദ്ദേഹം പുട്ടിൻ ഒരിക്കൽ വീണ ശേഷം വസ്ത്രം മലിനമായിരുന്നു എന്നെഴുതിയിരുന്നു. മനസ്സിലായോ ഉദ്ദേശിച്ചത്? വസ്ത്രത്തിൽ വിസർജിച്ചിരുന്നു. ഒരിക്കൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ വസ്ത്രമൊക്കെ നോക്കിയപ്പോൾ വസ്ത്രത്തിൽ ആളുകൾ പേടിച്ചിട്ട് മൂത്രമൊഴിക്കാറുണ്ട്, ഇത് വിസർജിച്ചിരുന്നു എന്നവര് എഴുതിയിരുന്നു, ജനറൽ SVR ടെലഗ്രാം ചാനൽ. അപ്പോൾ പൊതുവെ ഇദ്ദേഹം കുട്ടിക്കാലത്തുമൊക്കെ അന്തർമുഖനായിരുന്നു, പുട്ടിൻ ഇൻട്രോവർട്ടായിരുന്നു. 2000 ആണ്ടിൽ ആക്ടിംഗ് പ്രസിഡൻ്റായി. മുമ്പ് KGBയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്, ചാരപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. വളരെ കഠിനമായ ബാല്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. യെൽസിൻ 1999 അതുവരെ പ്രസിഡൻ്റായിരുന്ന ബോറിസ് യെൽസിൻ കള്ളൂടിയനായിരുന്നല്ലോ. ബോറിസ് യെൽസിൻ 1999 ഡിസംബറിൽ രാജിവെച്ചു കഴിഞ്ഞപ്പോൾ പിൻഗാമിയായിട്ട് പുട്ടിൻ വരികയാണ്. അപ്പോൾ പാതിരയ്ക്ക് TV-യിൽ പുട്ടിൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഭരണഘടനയ്ക്കപ്പുറം ആര് പോയാലും അവരെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. മറ്റേ പിണറായി വിജയനും മറ്റേ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ആദ്യം മുഴുവൻ ഇനി അവതാരങ്ങളെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞില്ലേ പലരും വരുന്ന. പിന്നെ നമ്മൾ കണ്ടത് ഈ അവതാരങ്ങളുടെ ഒരു പ്രളയം, ഈ രാജേഷ് കൃഷ്ണ വരെ. അപ്പൊ അങ്ങനെ അവതാരങ്ങളെയൊന്നും സമ്മതിക്കില്ല എന്ന് പുട്ടിനും പറഞ്ഞിരുന്നു. അപ്പോൾ യെൽസിന് പ്രാന്താണെന്നും കുടിയനാണെന്നും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എപ്പോഴും കൈവിറക്കുകയൊക്കെ ചെയ്യുമായിരുന്നു യെൽസിൻ്റെ. 1999 ഓഗസ്റ്റിലാണ് പുട്ടിൻ പിൻഗാമിയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ KGBയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തിന് ശേഷം വിസ്മൃതിയിൽ കിടക്കുകയായിരുന്നു പുട്ടിൻ. അപ്പോൾ പുട്ടിൻ വിസ്മൃതിയിൽ നിന്ന് ഉയരുകയാണ് യെൽസിൻ്റെ പിന്നാലെ. ചെച്നിയ യുദ്ധം നടന്നു. 2000 മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡൻ്റായി. 53% വോട്ട് കിട്ടി. അന്ന് 47 വയസ്സ് ആയിരുന്നു. ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണ് പുട്ടിൻ, ജൂഡോ. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ലെനിൻഗ്രാഡ്, മുമ്പ് ലെനിൻഗ്രാഡ് ആയിരുന്നു, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ജനിച്ചത്. അപ്പോൾ ഈ ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് പഠിപ്പിച്ച ഗുരുവില്ലേ, ഗുരു പുട്ടിനെ പറ്റി പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഒളിമ്പിക്സിൽ പോയിട്ട് മെഡൽ നേടാൻ മാത്രം വൈദഗ്ധ്യം ജൂഡോയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജൂഡോ ഗുരു അനറ്റോളി റാഖീൻ ആണ് പറഞ്ഞത്. 1952 ഈ ലെനിൻഗ്രാഡ് അധിനിവേശ കാലത്ത് 52 ആ അധിനിവേശം നടക്കുമ്പോൾ പുട്ടിൻ്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിരുന്നു. അച്ഛനും അമ്മയൊക്കെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എന്നിട്ട് ഇവര് ഒരുപാട് പേര് പാർക്കുന്ന ഒരു ഒറ്റമുറി ഫ്ലാറ്റിലാണ് ജീവിച്ചത്. ഇവര് അടുക്കള പലരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, കുളിമുറി ഒരുപാട് പേര് കുളിക്കുന്നത്. അപ്പം മറ്റേ പുട്ടിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, വലിയ എലിശല്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഒരു എലിയെ മറ്റേ സ്റ്റെയർ കേസ് മുതൽ ഹോള് വരെ ഓടിച്ച കഥയൊക്കെ പുട്ടിന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റെയർ കേസിൽ നിന്ന് ഈ എലിയെ ഓടിക്കുമ്പോൾ എലി കുതിച്ച് പുട്ടിൻ്റെ നേരെ തന്നെ ചാടിയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ എലിക്കഥ പിന്നെ വളരെ പ്രസിദ്ധമായി. പുട്ടിന് ഈ എലിയെ തോൽപ്പിച്ചതേ, എലി
ചാടിയതും പിന്നെ ഹോളിലേക്ക് രക്ഷപ്പെട്ടതും ഒക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉള്ള ജീവിതത്തിൽ നിന്നാണ് ഈ പുടിൻ ഇങ്ങനെ രൂപാന്തരപ്പെട്ടത്. പിന്നെ റഷ്യ എന്നൊക്കെ പറയുമ്പോൾ, മോസ്കോ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ പേരെ കൊന്നിട്ടുള്ള ഇല്ലേ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ. ആരെയും വിശ്വസിക്കാതെ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ കാലത്ത്, സ്വേച്ഛാധിപതികളുടെ കാലത്ത് എപ്പോഴാണ് വെടികൊള്ളുക എന്നും പറഞ്ഞ് പേടിച്ചരണ്ട് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ പുടിന് അതിൻ്റെ ഭയവും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ടായിരിക്കും ഇത് ശരിയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വിസർജിച്ചു കഴിഞ്ഞാൽ അതും കൂടി ചുമന്ന് സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഗതികേടാണെന്ന് ഇവിടെ പറയാല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.